ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ 20-ദിന പദ്ധതി ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ഹമാസ് നിരായുധീകരണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേൽ അംഗീകരിച്ചെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ മേഖലയുടെ ഭാവിക്ക് നിർണായകമായേക്കാവുന്നതും അതേസമയം അവ്യക്തമായതുമായ നിരവധി വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ അതിൻ്റെ ചില ഘടകങ്ങളുടെ വിശദാംശങ്ങൾ കണ്ടെത്തുമ്പോൾ ഇത് നടപ്പിലാക്കുന്നത് വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പദ്ധതികൾ ഉയർത്തുന്ന ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗസ എങ്ങനെ ഭരിക്കപ്പെടുമെന്നുള്ളത്. ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയേതര ഫലസ്തീൻ കമ്മിറ്റിയുടെ താൽക്കാലിക ഭരണമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. എന്നാൽ പാനൽ എങ്ങനെ രൂപീകരിക്കുമെന്നോ അതിലെ അംഗങ്ങളെ ആര് തിരഞ്ഞെടുക്കുമെന്നോ അതിൽ വിശദമാക്കിയിട്ടില്ല. മാത്രമല്ല, ട്രംപും യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഭരണസമിതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സമാധാന ബോർഡിന് നേതൃത്വം നൽകുമെന്നും പദ്ധതിയിൽ പറയുന്നു. എന്നാൽ ഈ ബോർഡും ഫലസ്തീൻ കമ്മിറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ ദൈനംദിന തീരുമാനങ്ങൾ ഏത് തലത്തിലാണ് എടുക്കുന്നതെന്നോ വിശദീകരിക്കുന്നില്ല. എന്നും വിദ്വേഷ നിലപാടുകളിൽ മുന്നിൽ നിന്ന ഭരണാധികാരിയാണ് ടോണി ബ്ലെയർ എന്നതും ചോദ്യമുയർത്തുകയാണ്. 2003 ഇറാഖ് അധിനിവേശത്തെ പൂർണ്ണമായും പിന്തുണച്ചിട്ടുണ്ട് ടോണി ബ്ലെയർ. സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടത്തിനെതിരെ അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബ്ലെയർ പിന്തുണയ്ക്കുകയും ബ്രിട്ടീഷ് സായുധ സേനയെ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഫലസ്തീൻ അതോറിറ്റി ഇതിൽ പങ്കാളിയാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഫലസ്തീൻ അതോറിറ്റി അതിൻ്റെ പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കുന്നതുവരെ മുകളിൽ സൂചിപ്പിച്ച കമ്മിറ്റിയായിരിക്കും ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയെന്നതാണ് ട്രംപിൻ്റെ പദ്ധതിയിൽ പറയുന്നത്. എന്നാൽ ഫലസ്തീൻ അതോറിറ്റി ഗസ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ആരാണ് സാക്ഷ്യപ്പെടുത്തുക എന്നത് പദ്ധതിയിൽ വ്യക്തമാക്കുന്നില്ല. അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതിലേക്ക് എത്താൻ ഫലസ്തീൻ അതോറിറ്റി എന്ത് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നതും നിർദ്ദേശത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നില്ല. അതായത് സമയക്രമങ്ങളൊന്നുമില്ല, അവ്യക്തമായ ഒരു പ്രഖ്യാപനം മാത്രം. ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടല്ല ഫലസ്തീനെ ചിത്രീകരിക്കുന്നത് എന്നതും ഇവിടെ കാണാൻ സാധിക്കും. ഈ നിർദ്ദേശങ്ങളോട് യോജിക്കുന്നു എന്ന് പറയുന്ന നെതന്യാഹുവിൻ്റെ പ്രതികരണത്തിൽ തന്നെ അത് കൃത്യമാണ്. ഗസ ഹമാസോ ഫലസ്തീൻ അതോറിറ്റിയോ ഭരിക്കില്ലെന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. അടുത്തൊരു ചോദ്യം അന്താരാഷ്ട്ര സേന എങ്ങനെ രൂപീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഗസയെ ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരത സേന, അതായത് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് സുരക്ഷിതമാക്കുമെന്നാണ് പദ്ധതി പറയുന്നത്. അത് എവിടെ നിന്ന് വരുമെന്നോ അതിൻ്റെ നിയോഗം എന്തായിരിക്കുമെന്നോ ഏതൊക്കെ രാജ്യങ്ങളാണ് ഗസയിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാവുകയെന്നോ ഏതൊക്കെ രാജ്യങ്ങളാണ് പദ്ധതി പ്രകാരം സ്വീകാര്യമാകുക എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിശദീകരണവും പദ്ധതി നൽകുന്നില്ല. സമാധാന സേനാംഗങ്ങളാകാൻ പോകുന്നവരുടെ ഉത്തരവാദിത്തങ്ങളും നിയമങ്ങളും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. അവരൊരു സൈന്യമായോ പോലീസ് സേനയായോ നിരീക്ഷക സേനയായോ പ്രവർത്തിക്കുമോ? ഹമാസിനെ നേരിടാൻ അവരെ ചുമതലപ്പെടുത്തുമോ? ഫലസ്തീനികളെ സംരക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യത്തോട് പോരാടാൻ അവർക്ക് കഴിയുമോ എന്നതും നിർദ്ദേശങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നേയില്ല. മറ്റൊന്ന്, ഇസ്രായേൽ ഗസയിൽ നിന്ന് എപ്പോൾ പിന്മാറുമെന്നുള്ളതാണ്. മാനദണ്ഡങ്ങൾ, നാഴികക്കല്ലുകൾ, സൈനികവൽക്കരണവുമായി ബന്ധപ്പെട്ട സമയപരിധികൾ എന്നിവ അടിസ്ഥാനമാക്കി ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറുമെന്നാണ് പദ്ധതിയിൽ പറയുന്നത്. എന്നാൽ അത് എങ്ങനെ എപ്പോൾ സംഭവിക്കുമെന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളൊന്നും നിശ്ചയിക്കുന്നില്ല. അതായത് ഇസ്രായേലിൻ്റെ പിൻവാങ്ങലിനുള്ള ഒരു ഷെഡ്യൂളോ അതെങ്ങനെ എപ്പോൾ സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ മാനദണ്ഡങ്ങളോ ഈ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും ഭീകര ഭീഷണിയിൽ നിന്ന് ഗസ പ്രദേശം സുരക്ഷിതമാക്കുന്നതുവരെ ഇസ്രായേൽ ഗസയിലെ ഒരു സുരക്ഷാ പരിധി നിലനിർത്തുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എന്നാൽ ഈ വ്യവസ്ഥകൾ എപ്പോൾ പാലിക്കപ്പെടുമെന്ന് ആത്യന്തികമായി ആരാണ് തീരുമാനിക്കുക എന്നതിനെക്കുറിച്ചും ഒരു വാക്കും ഇതിലില്ല. ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. പലരും ഒരു മണ്ടത്തരമായി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ മടുത്തിട്ടാണ് അവരങ്ങനെ ഒരു തീരുമാനമെടുത്തുന്നതാണ് ഞാൻ കരുതുന്നത്. തിങ്കളാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് നടത്തിയ ഒരു പ്രതികരണമായിരുന്നു ഇത്. ട്രംപിൻ്റെ 20-ദിന നിർദ്ദേശത്തിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണകളൊന്നും നൽകുന്നില്ല. പലതരം മാനദണ്ഡങ്ങൾക്ക് നടുവിലുള്ള ഒരു ഫലസ്തീനെയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഫലസ്തീൻ പുനർവികസനം പുരോഗമിക്കുകയും ഫലസ്തീൻ ഭരണകൂടം വിശ്വസ്തയോടെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുമ്പോൾ കാലക്രമേണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വയം നിർണയാവകാശത്തിലേക്ക് ഫലസ്തീൻ എത്തിച്ചേർന്നേക്കാം എന്ന ഒരു ഒഴുക്കൻ സാധ്യതയാണ് പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രം എന്ന അവകാശത്തെ പദ്ധതി അംഗീകരിക്കുന്നു. പകരം ഫലസ്തീനികൾ അന്വേഷിക്കുന്ന എന്തോ ഒന്നായി അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റു വ്യവസ്ഥകളെ പോലെ തന്നെ തീർത്തും അവ്യക്തതയിൽ ഇതും മൂടപ്പെട്ടിരിക്കുന്നു.